ട്രാൻസ്ജെൻഡർ ബിൽ ലോകസഭയിലും രാജ്യസഭയിലും പാസ്സായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ട്രാൻസ്ജെൻഡർ മനുഷ്യരുടെ ദൃശ്യത ഇതെങ്ങോട്ട് എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ന്യൂസ് 18 വോട്ട് വൈബ് ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളെ സ്വാഗതം ചെയ്യുന്നു. അലൻ ക്രിസ്റ്റഫർ, ട്രാൻസ്മെൻ പ്രതിനിധി; ശ്രീമയ്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി; അമയ പ്രസാദ്, കോൺഗ്രസിൻ്റെ പ്രതിനിധി; പ്രജിത് PK, നമ്മുടെ CBO പ്രതിനിധി; അദ്രിജ, BJP പ്രതിനിധി. ഒരുപക്ഷെ ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരുപക്ഷെ സംശയമായിരിക്കും. മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഏറ്റെടുക്കാത്തൊരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ന്യൂസ് 18 ഇന്നിത് സംസാരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് എന്താണ് ട്രാൻസ്ജെൻഡർ ബില്ല് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിവുണ്ടായിരിക്കില്ല. അതിനെപ്പറ്റി ചുരുങ്ങിയ വാക്കിൽ പ്രജിത്തൊന്ന് പരിചയപ്പെടുത്താമോ? കേന്ദ്ര സർക്കാർ 2019 ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ബിൽ 2014 സുപ്രീം കോടതിയുടെ ചരിത്രപ്രസിദ്ധമായ നൽസ വിധിക്ക് അനുബന്ധമായിട്ട് പാസ്സാക്കുകയുണ്ടായി. രാജ്യത്തെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശം സംരക്ഷിക്കുക, അവർക്ക് ആവശ്യമായ നിയമ സംരക്ഷണം, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക, വിദ്യാഭ്യാസത്തിലും തൊഴിലും അടക്കമുള്ള പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് പറയുന്ന എന്നാൽ ഒരുപാട് പരിമിതികളുമുള്ള ഒരു ബില്ലായിരുന്നു, ഒരു നിയമമായിരുന്നു 2019 പാസ്സാക്കിയിരുന്നത്. കേരളം 2015 നൽസ വിധിക്ക് ശേഷം വളരെ സമഗ്രമായ ഒരു പോളിസി കേരളത്തിൽ നടപ്പിലാക്കുകയും വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരികയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത്. ഈ ഒരു സാഹചര്യത്തിലാണ് വളരെ പെട്ടെന്ന് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പുകളോ കമ്മ്യൂണിറ്റി കൺസൾട്ടേഷനോ ഇല്ലാതെ എടുപിടി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് പുതിയൊരു ബില്ല് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി കേന്ദ്രത്തിലെ ശ്രീ ഡോക്ടർ വീരേന്ദ്രകുമാർ അവതരിപ്പിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു ആഘാതവും ഞെട്ടലുമായിരുന്നു. എന്താണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു ഭേദഗതി ഈ ഒരു നിയമത്തിൽ കൊണ്ടുവരേണ്ടത്? ഇതിൻ്റെ സാമൂഹിക പശ്ചാത്തലം എന്താണ്? ആവശ്യം എന്താണ്? കമ്മ്യൂണിറ്റിക്ക് ഇതിൻ്റെ ആവശ്യം ഉണ്ടോ? കമ്മ്യൂണിറ്റി ഇത് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി ഇതിനുണ്ടോ എന്ന രീതിയിൽ പോലും ചർച്ചകൾ നടക്കുകയുണ്ടായി. കമ്മ്യൂണിറ്റി അത്രയും ഒരു ഞെട്ടലിലായിരുന്നു ഈ ബില്ല് അവതരിപ്പിക്കുന്ന സമയത്തുണ്ടായത്. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അപ്പോൾ 2019 വന്ന കേന്ദ്ര സർക്കാരിൻ്റെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണ നിയമത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കുന്ന, അതിൻ്റെ ഗുണഫലങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു പുതിയ പരിഷ്കരണം, ഒരു ഭേദഗതിയാണ് ഈ പുതിയ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് അത് ലോക്സഭയിലും രാജ്യസഭയിലും ഇപ്പോൾ പാസ്സായിരിക്കുകയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആ നിയമം ഏറ്റവും കൂടുതൽ അദൃശ്യമാക്കുന്ന വിഭാഗം ഒരുപക്ഷെ ട്രാൻസ്മെൻ മനുഷ്യരെയാണ്. ഇവിടുത്തെ ജെൻഡർ ഫ്ലൂയിഡ് ആയിട്ടുള്ള, ജെൻഡർ നോൺ കൺഫോമിംഗ് ആയിട്ടുള്ള ആളുകളെ പറ്റിയൊന്നും ഒരിടത്തും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ നാളെ ഇന്ത്യയിൽ ട്രാൻസ്മെൻ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതിന് തെളിവില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ ട്രാൻസ്മെൻ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ ഇനി സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ളത്? ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമെൻമെൻറ്റ് ബില്ലിൽ ട്രാൻസ് മസ്കുലിൻ, ട്രാൻസ്മാൻ എന്ന് പറയുന്ന 2 കാറ്റഗറി ഇല്ല. ഇത് മനഃപൂർവ്വം ഒഴിവാക്കിയെന്നുള്ള തെളിവാണ് 2019 പ്രൊട്ടക്ഷൻ ആക്ട് 2K അതിനകത്ത് ട്രാൻസ്ജെൻഡറിനകത്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്മെൻ എന്നുള്ളതും ട്രാൻസ്മാൻ എന്നുള്ളതും. സോ രണ്ടാമത് വന്ന അമെൻമെൻറ്റ് ബില്ലിൽ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് വിശ്വസിക്കാനേ ഇപ്പോൾ തരമുള്ളൂ. ഉറപ്പായിട്ടും ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം പോലുള്ള ഇപ്പം എടുത്തു പറയേണ്ടത്, തമിഴ്നാട്ടിലൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു SFIയുടെയും DYFIയുടെ ഒക്കെ പ്രവർത്തനം, CPMൻ്റെ ഒക്കെ പ്രവർത്തനം വലിയ രീതിയിൽ ഉപകാരപ്പെടുന്ന രീതിയിൽ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ കേരളത്തിനകത്ത് വരുന്ന സമയത്ത് വളരെ ചുരുക്കം മനുഷ്യരെ മാത്രമേ നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടതായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ആ സാഹചര്യത്തിൽ DTFK എന്ത് നിലപാട്, ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ട് അടുത്ത് നിൽക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ എന്തുകൊണ്ടാണ് വലിയൊരു പരിമിതി നമുക്ക് ഈ വിഷയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം? ഒരിക്കലും ഒരു പരിമിതി ഇല്ല എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയമായിട്ട് ആദ്യമായിട്ട് ഒരു പ്രതികരണം തലസ്ഥാനത്ത്, നമ്മുടെ കേന്ദ്ര തലസ്ഥാനത്ത് നടത്തിയത് SFI എന്ന് പറയുന്ന സംഘടനയാണ്. അതിനോടനുബന്ധിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ കുറേ ആളുകൾ അറസ്റ്റ് വരികയും ചെയ്തു എന്നുള്ളതാണ്. സോ അവരാണ് ആദ്യമായിട്ട് ഒരു വിസിബിൾ ആയിട്ട് നമുക്ക് ഒരു പ്രതികരണം അവിടെ ഉണ്ടായത്. പക്ഷേ കേരളത്തിനകത്ത് അത് വലിയ രീതിയിലൊരു ഇടപെടൽ നടത്തിയില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. SFI, DYFI, CPM മുഖ്യധാര ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ആദ്യമായി പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടുന്നത് CPIM ആണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ് ആദ്യമായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഇതിനെതിരെ പ്രതികരിക്കുന്ന ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടി.
പാർട്ടികളിലൊന്നെന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മളൊരു സംയുക്ത സമരസമിതിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ വിവിധ രാഷ്ട്രീയ, അതായത് ഈ ബില്ലിന് എഗൻസ്റ്റായിട്ട് നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത സമരസമിതിയായി ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ബില്ലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ തന്നെ സഖാക്കളായിട്ടുള്ള ശ്യാമ എസ് പ്രഭയും അതുപോലെ ഷെറിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഡൽഹിയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. അവരിവിടെ കൃത്യമായിട്ട് ഈ പറയുന്ന ബില്ലിനെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തുകയും കൃത്യമായി പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നമുക്കറിയാം, അവർ DTFKയുടെ സംസ്ഥാന പക്ഷേ ഈ സെക്രട്ടറി. തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയൊരു ഇടപെടൽ കേരളത്തിനകത്തുള്ള SFIയും DYFIയും നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അത് വലിയൊരു വിസിബിളായിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മളിപ്പോൾ കാണുമ്പോൾ ചിലപ്പം ഇവിടെ ഉണ്ടായില്ല എന്ന് വരും. പക്ഷേ കൃത്യമായിട്ടുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പത്രക്കുറിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കില്ല. പക്ഷേ ഇനിയും നമുക്ക് സമയമുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതൊരു പോരാട്ടത്തിൻ്റെ ഭാഗം തന്നെയാണ്. അറിയാം, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഇത് പാസ്സാക്കുക എന്ന് പറയുന്നത് തന്നെ ചരിത്രത്തിൽ തന്നെ എവിടെ നമ്മൾ കണ്ടില്ല കാര്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു കൃത്യമായ ചർച്ചയില്ലാതെ രാജ്യസഭയിലോ ലോക്സഭയിലോ ഒന്നും ഇത് കൃത്യമായിട്ട് കൊണ്ടുവരാറില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനുപോലും സമയം കൃത്യമായിട്ട് കൊടുക്കാതെ ഇത് രണ്ട് സഭകളിലും വളരെ ധൃതി പിടിച്ച് പാസ്സാക്കുക എന്ന് പറയുന്നത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ആർക്കും ഇതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കാനോ, അല്ലെങ്കിൽ പലരും, നമുക്കറിയാം ഈ ഒരു ബില്ല് വന്ന സമയത്ത് എത്ര മുഖ്യധാരാ മാധ്യമങ്ങളാണ് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായി നമുക്ക് പ്രതികരിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് ലോക് ഭവനിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി സംയുക്ത സമരസമിതിയുടെ ഭാഗത്ത് നിന്ന്. ഒരു മാധ്യമങ്ങളിലും വ്യക്തമായിട്ടുള്ള ഒരു കവറേജോ അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ടോ നമ്മൾ കണ്ടില്ല എന്നുള്ളതാണ്. കേരളത്തിൽ ഇലക്ഷൻ്റെ സമയമാണ്. കേരളത്തിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി നേതാക്കൾ ഒരുപാട് തിരക്കായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. എങ്കിൽ പോലും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വിവിധ പാർട്ടികളുള്ള ആളുകൾ അവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തുകയും നമ്മളോട് സോളിഡാരിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സാമൂഹിക വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടതായിട്ട് എവിടെയെങ്കിലും കണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ബിന്ദു ടീച്ചർ ഇതിനെതിരെ പ്രതികരിച്ച വ്യക്തികളിൽ ഒരാളാണ്. വളരെ ഓപ്പണായിട്ട് തന്നെ ഈ ബില്ലിനെതിരെ, കാര്യം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ ട്രാൻസ് മനുഷ്യരുടെ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്ന ആ വകുപ്പാണ്, മന്ത്രിയാണ് അത് കൂടുതലും നോക്കി നടത്തുന്നത്. സോ അതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സോ ആദ്യമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് തന്നെ പ്രതികരിച്ച വ്യക്തി ബിന്ദു ടീച്ചറാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ കോൺഗ്രസ് പ്രതിനിധിയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ ഒരു അജണ്ട ഇറക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ നമുക്ക് ഒരിടത്തും ഈ വിഷയത്തിൽ ഒരു തരത്തിലുള്ള ഒരു മനസ്സമാധാനത്തോടു കൂടി ഉള്ളൊരു പ്രതികരണം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു അഭിപ്രായമോ വലിയ ചുറ്റുപാടോ നമുക്ക് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് എടുത്തു പറയേണ്ട വരും. കാരണം ഇത്തരം വിഷയം ഒരു രാജ്യസഭയിലൊക്കെ പാസ്സാക്കുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് വലിയൊരു പരിമിതിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഇടത്തൊക്കെ തന്നെ വലിയൊരു കൂട്ടത്തിൻ്റെ മാത്രം സപ്പോർട്ടോടു കൂടി ആ ബില്ല് പാസ്സാകുന്ന സമയത്ത് കോൺഗ്രസിന് വലിയൊരു പരിമിതി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആ ഇടത്ത് പ്രതികരിക്കാൻ കാണിച്ച മനസ്സിനോട് അങ്ങേയറ്റം ബഹുമാനവും സന്തോഷമൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് നമുക്ക് ഇതിന് പ്രതികരിച്ചത് ഒരിടത്തും എത്താതെ പോയത്? ഒന്നാമത്തെ കാര്യം, ഒരു ഇലക്ഷൻ ടൈമാണ്. അപ്പം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എല്ലാവരും നല്ല തിരക്കിലാണ്. അപ്പം ഞങ്ങൾ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി നമ്മൾ നേതൃത്വത്തെ അറിയിക്കുകയും അതോടൊപ്പം അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവിടെ നിന്ന് ഒരുപാട് പേര് സംയുക്ത സമിതിയും ഡൽഹിയിൽ പോയ സമയത്തും കൃത്യമായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ മറ്റു MPമാരെയൊക്കെ കാണേണ്ടി വന്നു. ഇപ്പം നാദ്ര പറഞ്ഞ പോലെ കൃത്യമായി ഇടപെടാനായിട്ടുള്ളൊരു ഇതെന്ന് പറയാൻ പെട്ടെന്നായിരുന്നല്ലോ. അപ്പോൾ ശ്രീമതി പറഞ്ഞതുപോലെ പെട്ടെന്നായിരുന്നു അവരുടെ ഈ ഒരു ബില്ല് അവതരണവും. അതിനൊരു ആസൂത്രിതമായ ഒരു കൂട്ടത്തിന്റെ പ്രത്യേകിച്ച് കേന്ദ്രത്തിന്റെ എല്ലാ ഇടപെടലും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു ഇടപെടലാണ് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് തോന്നും, പക്ഷേ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ പ്രിപ്പയർഡിലാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവർ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ കൃത്യമായ കാര്യങ്ങൾ ഓരോന്നും പറയുകയും ചെയ്യുന്നുണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്ന ഈ ഒരു 4-5 കാറ്റഗറീസ് മാത്രമാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല. കൃത്യമായി സ്വയം തിരിച്ചറിഞ്ഞിട്ട് ലിംഗം നമ്മൾ സ്വയമേ തിരിച്ചറിയുന്നത് നമ്മൾ എന്താണെന്നുള്ളത് സെൽഫ് ഡിക്ലറേഷൻ, അത് രാഹുൽ ഗാന്ധി എന്നെ പ്രിയങ്ക ഗാന്ധിയോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ എന്താണെന്ന്, ഞാൻ ആണാണോ അല്ലെങ്കിൽ ഞാൻ പെണ്ണാണോ എന്ന് പറയുന്നതിനുപരിയായിട്ട് ഞാൻ എന്താണെന്ന് മറ്റൊരു മെഡിക്കൽ ബോർഡിൻ്റെ കീഴിൽ പോയിട്ട് ഞങ്ങൾ ആണാണ് പെണ്ണാണെന്ന് അയാളുടെ മുമ്പിൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തുണി അഴിച്ച് കാണിക്കുക എന്ന് പറയുന്നത് വളരെ മോശകരമായൊരു ഇതാണ് അവർ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ. തീർച്ചയായിട്ടും
നമ്മൾ അദ്രജയിലേക്ക് എത്തുന്ന സമയത്തും വളരെ റീസെൻ്റ്ലിയാണ് BJP അംഗത്വം എടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് തന്നെ BJP പ്രവർത്തകയാണെന്നൊക്കെ നമ്മൾ വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ഈ സാഹചര്യത്തിൽ അംഗത്വം എടുക്കുന്നു, കുറച്ച് ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ പറഞ്ഞ കണക്ക് ബില്ല് രാജ്യസഭയിലൊക്കെ പാസ്സായി വരുന്നു എന്നുള്ളതാണ്. ഇവിടെ എടുത്ത് പറയേണ്ടത്, ആ ബില്ലിൽ എടുത്ത് പറയുന്ന ഒരു വലിയൊരു ക്ലോസ് എന്നുള്ളതും ഇവിടെ സാംസ്കാരികപരമായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിനകത്ത് ഹിജറ കൾച്ചറോ മറ്റ് ഈ ഹിജറ കിന്നർ കോത്തി അങ്ങനത്തെ ഒരു കൾച്ചറും ഫോളോ ചെയ്യുന്ന മനുഷ്യരല്ല. പക്ഷെ അതിലുള്ള ആളുകളാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്തുള്ള ആളുകളാണ് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരായിട്ട് പരിഗണിക്കപ്പെടുക എന്നുള്ളത് പറയുമ്പോഴത്തേക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ നാളിതുവരെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കുന്ന തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും ഒക്കെ തന്നെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യരാണ് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ തന്നെ. നമ്മളിവിടെ എടുത്ത് പറയുമ്പോൾ ഇത്രയും മനുഷ്യരൊക്കെ നോക്കുമ്പോഴത്തേക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റും ഇവിടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ പിന്നോട്ട് വലിക്കുന്ന രീതിയിൽ സാംസ്കാരികപരമായിട്ട് ഇല്ലെങ്കിൽ സംസ്കാരത്തെ മുന്നിൽ നിർത്തുന്ന സമയത്ത് കൈകൊട്ടുന്നതോ ഇല്ലെങ്കിൽ ട്രെയിനിലോ ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തൊഴിലൊക്കെ നമ്മൾ പോകേണ്ടി വരുന്നത് ഒരു നിർബന്ധിക്കപ്പെടുന്ന ഒരു അവസ്ഥയും കൂടി കാണാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ BJP പ്രതിനിധി എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ നമ്മൾ സംസ്കാരത്തിലേക്ക് പോകണമെന്നാണോ, അതോ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ കണക്ക് സാമൂഹ്യപരമായിട്ട് മുന്നിൽ നിൽക്കണമെന്നാണോ? ആദ്യം തന്നെ ഇവിടെ 5 പേരുടെ മറുപടികൾക്ക് ഉത്തരം പറയേണ്ട ഒരു വ്യക്തി എന്ന രീതിയിൽ അതിൻ്റെതായ ഒരു സമയം തരുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. നാദറ 1871 ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിൻ്റെ സമയത്ത് ഇന്ത്യയിലൊരു നിയമം വരികയാണ്, ക്രിമിനൽ ട്രൈബ്സ് ആക്ട്. ഈ ക്രിമിനൽ ട്രൈബ്സ് ആക്ടിൻ്റെ കീഴിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുൾപ്പെടെയുള്ള നമ്മുടെ ട്രാൻസ്ജെൻഡർ മനുഷ്യർ, അന്ന് ട്രാൻസ്ജെൻഡർ എന്നൊരു ടേം ഇല്ല, ഈ പറയുന്ന ഹിജഡ, ജോക്ത ഇങ്ങനെയുള്ള കൾച്ചറൽ ഐഡൻറ്റിറ്റീസ് ആയിട്ടുള്ള മനുഷ്യരെ എല്ലാവരെയും ക്രിമിനലുകളാക്കിക്കൊണ്ട് ഒരു നിയമം വരുന്നു. 1871 നിന്ന് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അവിടെ നിന്ന് എത്ര കാലം കഴിഞ്ഞു നമുക്കൊരു നിയമം ഉണ്ടാവാൻ? 2019 നാൽസ ജഡ്ജ്മെൻ്റ് അവിടെ നിൽക്കട്ടെ, ഒരു സർക്കാർ തലത്തിൽ, ഒരു ഗവൺമെൻറ് തലത്തിൽ ഒരു നിയമം ഉണ്ടാവുന്നത് 2019 മാത്രമാണ്. അതിന് മുന്നോടിയായിട്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ എത്ര സർക്കാരുകൾ ഭരിച്ചു? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സർക്കാരുകൾ ഭരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യരെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിയമം ഉണ്ടായില്ല? എന്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി ഒരു നിയമം ഉണ്ടാക്കിയില്ല? ഇന്ന് അവർ ലോക്സഭയിൽ വാദിക്കുന്നുണ്ട്, ബില്ലിനെതിരെ സംസാരിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമായിട്ടാണ്, ഉറപ്പായും അത് രാഷ്ട്രീയമായി തന്നെയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 2019 മാത്രമാണ് ഇങ്ങനെ ഒരു ബില്ല്, ഒരു നിയമം ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നത്. അതിലൊരു ചെറിയൊരു തിരുത്തൽ എന്നുള്ളത് കാലഘട്ടം വലിയൊരു പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കാരണം 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് ഞാനോ അദ്രജയോ മനസ്സിലാക്കിയ രീതിയിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പം നിയമപരമായിട്ട് അവർക്കും അതിൻ്റെ അറിവും പരിമിതിയൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് എന്നുള്ളതാണ്. നമ്മളൊക്കെ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആകരുത് എന്നുള്ള ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടാണെങ്കിൽ വളരെ തീർത്തും തെറ്റായി പോയി ആകരുതെന്ന് മാത്രമല്ല, ഇത്തരം മനുഷ്യർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നാളെ ആക്രമിക്കപ്പെടുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോ നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം നമ്മൾ പറഞ്ഞില്ലേ നാദ്ര, അവരുടെ പാസ്പോർട്ടിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പറയുന്ന നിയമത്തിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്തുകൊണ്ട് അവർക്ക് കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഒരു വാക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല? അർവാണി എന്ന് പറയുന്ന വാക്ക് തമിഴ്നാട്ടിൽ DMKയുടെ മുഖ്യമന്ത്രി കലൈഞ്ചർ ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെ മാറ്റിയിട്ട് അവർക്ക് വളരെ മനോഹരമായിട്ട് തിരുനങ്കയെന്നും തിരുനമ്പി എന്നും ഒക്കെ കൊടുത്ത വാക്കുകളുണ്ട്. അപ്പം അത് മാത്രമല്ല, ഇതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്തരം മനുഷ്യനെ സമുദ്ധരിക്കുന്ന ആളുകളെ, സമുദ്ധരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ, അവർ കൊണ്ടുവരുന്ന ആശയങ്ങളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ഇത്തരം മനുഷ്യർ ഭൂമുഖത്ത് പോലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് മാത്രമേ ഈ നിയമത്തിന്, ഈ ഒരു അമെൻമെൻറ്റിന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിനൊപ്പം ഒന്ന് ആഡ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് രാജ്യത്തെ BJPയുടെ ഹിന്ദുത്വ ആശയം പിൻപറ്റുന്ന കുറേയധികം ക്വയർ മനുഷ്യരുണ്ട്, LGBT വിഭാഗത്തിൽപ്പെടുന്നവരും ട്രാൻസ് മനുഷ്യരുണ്ട്. അവരുടെ ഏറ്റവും വലിയ മുഖമായിരുന്നു ഡോക്ടർ ലക്ഷ്മി നാരായൺ ത്രിപാഠി എന്ന് പറയുന്ന ആൾ. നമുക്കറിയാം, ബാബറി മസ്ജിദ് തകർന്ന സമയത്ത്, അതിൻ്റെ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണ സമയത്ത് ലക്ഷ്മി നാരായൺ ത്രിപാഠി പറഞ്ഞത് ഇന്ത്യയിലെ മുഴുവൻ LGBT മനുഷ്യർ ഇതിനൊപ്പം നിൽക്കുന്നു എന്നാണ്. ഞങ്ങളാരും അതിനൊപ്പം നിൽക്കുന്നില്ല എന്നത് വേറൊരു കാര്യം. പക്ഷേ അവർ പോലും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി ഈ ബില്ലിനെ നിശിതമായി എതിർക്കുകയും മോദി ഗവൺമെൻറ് ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിലുണ്ടായി. ഞാൻ പറയുന്നത് ഇതൊരു തിരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ് മനുഷ്യരെ, ജെൻഡർ ക്യൂർ മനുഷ്യരെ, ജെൻഡർ ഡൈവേഴ്സ് മനുഷ്യരെ, LGBT മനുഷ്യരെ വഞ്ചിക്കുന്ന കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി
ഈ തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയിലെ LGBTIQ സമൂഹം കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പം പറയുന്ന സമയത്ത് ഞാൻ പൊതുവായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം നമ്മളെ നരേന്ദ്രമോദി എന്നുള്ള നമ്മുടെ പ്രധാനമന്ത്രി അതിന്റെ മറുപടി ചോദ്യങ്ങൾ മറുപടി അർഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രസ്താവനകൾ, ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ മറുപടി അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ വെറുതെ പറഞ്ഞ് അവർക്കൊരു സ്പേസ് കൊടുത്ത് അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകണ്ട. ഞാൻ ആദ്യം തന്നെ പറയാം, ഈ ജെൻഡർ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ വേണ്ടി പ്രജിതേട്ടൻ പറഞ്ഞു തുണി പൊക്കി കാണിക്കണോ. അത് മൊത്തത്തിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. നോക്കൂ, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു വ്യവസ്ഥാപിതമായ ഒരു കാര്യമാണ് അത്. മജിസ്ട്രേറ്റ് നിയമിക്കുന്ന ചീഫ് മെഡിക്കൽ സൂപ്രണ്ടിൻറ്റൻറ്റ് അവർ നമ്മുടെ തുണി പൊക്കി നോക്കും എന്നാണ് ഈ പറയുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നിങ്ങളുടെ ജെൻഡർ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നിങ്ങൾ തുണി പൊക്കി കാണിച്ചു കൊടുക്കണം എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം ഞാനും നാദറയും നമ്മളിവിടെ ഇരിക്കുന്ന ട്രാൻസ്ജെൻഡർ മനുഷ്യരെല്ലാവരും HRT ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുക്കാൻ വേണ്ടി ഒരു സൈക്കാട്രിസ്റ്റ് സർട്ടിഫിക്കറ്റ് തന്നിരുന്നു ഇല്ലേ? ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ തുണിപൊക്കി കാണിച്ചിട്ടാണോ കിട്ടിയത്? അതിൽ ഞാനൊന്ന് അത് വ്യക്തമാക്കി പോവാം. ഈ മജിസ്ട്രേറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൻ്റെ മുന്നിൽ നമ്മൾ പോയി തുണി പൊക്കി കാണിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം ഈ രാജ്യത്തിൻ്റെ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. ശാരീരിക പരിശോധന നടത്തിയല്ല, ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തല്ല ജെൻഡർ തെളിയിക്കേണ്ടതെന്നതാണ്. ഞാൻ പറയട്ടെ പ്രജിത്തേട്ടാ, താങ്കൾ സംസാരിച്ചു, ഞാൻ ആ സംസാരിച്ച കാര്യങ്ങളെ ഒന്ന് അതിന്റെ വിശദീകരിക്കട്ടെ, എന്നിട്ട് അടുത്ത പോയിന്റുകൾ പറയാം. അപ്പോൾ ഈ പറയുന്നത് തുണി പൊക്കി കാണിക്കുന്ന ഒരു മെറ്റഫർ ആണെന്ന് പറയുന്നു. പക്ഷേ ഇത് മെറ്റഫർ അല്ല എന്നും ഇത് തുണിപൊക്കി കാണിക്കുന്നത് ലിറ്ററലി എടുക്കുന്ന മനുഷ്യരുണ്ട് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്കിടയിൽ. അത് വലിയൊരു തെറ്റിദ്ധാരണ വരുത്തുന്നുണ്ട്. അതായത് ഇത് പലപ്പോഴും ഇതിനെ ഒരു ഹിന്ദു ബില്ലായിട്ടും അല്ലെങ്കിൽ ഇതിനെ ഒരു ബ്രാഹ്മണിക്കൽ ബില്ലായിട്ടും, ഹിന്ദുവും ബ്രാഹ്മണനും ഒക്കെ ഇതിനകത്ത് എന്ത് പഴിച്ചു, ഈ ബില്ലിനകത്ത് എന്ത് പഴിച്ചു. അപ്പോൾ ഇതിനെ വ്യക്തമായി ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ അവതരിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാതെ ഇതൊരു ബ്രാഹ്മണിക്കൽ ബില്ലാണെന്ന് ഒരു സാമുദായികമായിട്ടോ അല്ലെങ്കിൽ ഇതൊരു ഹിന്ദു ബില്ലാണെന്ന് പറഞ്ഞ് റിലീജിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തുണിപൊക്കി കാണിക്കണം എന്ന് പറഞ്ഞ് പാവപ്പെട്ട ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാത്ത ഒരുപാട് മനുഷ്യരുണ്ട് നമുക്കിടയിൽ, നമുക്ക് ചുറ്റുമുണ്ട്, നമുക്കറിയുന്നവരിലുണ്ട്. ഇവരെ തെറ്റിദ്ധരിപ്പിക്കുക, ഇവരെ ഇത്തരം കണ്ടക്സ്റ്റുകൾ പറഞ്ഞുകൊണ്ട് ഇവരെ ഒരു ആൻറ്റി BJP അല്ലെങ്കിൽ ഒരു സർക്കാർ വിരുദ്ധ ഒരു കണ്ടക്സ്റ്റ് അത് കൊടുക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു പോട്ടെ. വീട്ടിൽ ദുഃഖം അനുഭവിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യും? ഈ വീട്ടിൽ ഈ കുട്ടികളെ ദ്രോഹിക്കുന്നവർക്ക് നിയമമില്ല എന്ന് ഈ ബില്ലിൽ നിയമമില്ല എന്ന് പറയുമ്പോൾ, force or causes a transgender person to leave household, village or other places of residence shall be punishable with imprisonment for a term which shall not be less than 6 months but may be extended to 2 years and with a fine. ഇത് കാക്കേ കൂടെ ഇവിടെ അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജിമയല്ല. വീട്ടിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ ഏതൊരു തരത്തിലുള്ള ഹൗസ് ഹോൾഡ്സിൽ നിന്നോ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പുറത്താക്കുമ്പോൾ അതിനെതിരെയുള്ള നിയമ നടപടിയാണ്. അതിനെതിരെയുള്ള നിയമ നടപടി ഈ ബില്ലിൽ പറയുമ്പോൾ അതില്ല എന്ന് പറയുമ്പോൾ അതൊരു ഫാൾസ് നരേഷനാണ്. അത് തെറ്റായൊരു കാര്യമാണ് ഈ പറയുന്നത്. ഇനി ഞാൻ പറയട്ടെ, ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറയണം. ഈ ജെൻഡർ എടുക്കാൻ ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡിന് എന്തിന് മജിസ്ട്രേറ്റിനോട് പോകണം, അല്ലെങ്കിൽ എന്തിന് ഈ പറയുന്ന മെഡിക്കൽ ബോർഡിനടുത്ത് പോകണം എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണല്ലോ. ഞാൻ പറയട്ടെ, ഇത്രയും കാലം നമ്മൾ ഒരു അഫിഡവിറ്റ് തയ്യാറാക്കി ആ അഫിഡവിറ്റ് സമർപ്പിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡുകൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ഇത് നമ്മളൊരു മെഡിക്കൽ ബോർഡിനോട് കൂടി പോയി സംസാരിക്കുക അല്ലെങ്കിൽ അവരോട് സംവദിക്കുക എന്നുള്ളതാണ് ഈ മെഡിക്കൽ ബോർഡിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ പറയട്ടെ, വ്യാപകമായി ഇന്ത്യയിലുടനീളം, കേരളം ഉൾപ്പെടെ ഇന്ത്യയിലുടനീളം ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതിന് വ്യക്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമില്ലേ, നമ്മളത് കണ്ണടച്ച് എന്തിന് ഇരുട്ടാക്കണം? തീർച്ചയായിട്ടും ട്രാൻസ്ജെൻഡർ ID കാർഡ് എടുത്തു കഴിഞ്ഞാൽ ആ ആളുടെ എല്ലാ രേഖകളിലും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വ്യക്തിത്വം രേഖപ്പെടുത്തണമെന്ന് നിയമമുണ്ട് ഇവിടെ. അങ്ങനെ വ്യക്തിത്വം രേഖപ്പെടുത്തിയ ആൾക്കാർ ജീവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രസക്തി. ഫേക്ക് ആയിട്ടുള്ള കാര്യം ഇതാണ് പ്രസക്തി, അവിടെയാണ് ഇതിന്റെ പ്രസക്തി. നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയുന്ന കാര്യമാണ്. ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്. ഇവിടെ ഹോർമോൺ തെറാപ്പി എടുത്ത മനുഷ്യരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് മതി എന്ന് പറയുമ്പോൾ ഒരു കാര്യം നാദ്ര, ഈ വീടുകളിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളെ പറ്റി ഒരു നിയമം ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ അമെൻഡ്മെന്റിൽ വന്ന കാര്യമാണല്ലോ. അല്ലല്ല, പ്രിൻസിപ്പൽ ബില്ലിലുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള മനുഷ്യർ പുറത്ത് വരുമ്പോ, ഇത്തരം മനുഷ്യർ പുറത്ത് വരുമ്പോ എങ്ങനെ, ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്?
ഇവരാരാണ് സംരക്ഷിക്കുന്നത്? ഇവർ പറയുന്നു ഇവരൊരു ഗരിമാഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ പറയുന്ന ഗരിമാഗ്രഹത്തിൽ ഈ പറയുന്ന കിന്നർ സമുദായത്തിൽ നിന്നോ ഹിജ്റ സമുദായത്തിലുള്ള ആളുകളാണ് പോയി താമസിക്കുന്നത്. അതിനകത്ത് ഇവിടുത്തെ ട്രാൻസ്മെൻ ആളുകളും നോൺ ബൈനറി ആയിട്ടുള്ള ആളുകളും ട്രാൻസ്മെൻ ആയിട്ടുള്ള ആളുകളാണ് ചെന്ന് താമസിച്ചിരുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ സംരക്ഷിക്കാനുള്ള ഇടമായി മാറിയുന്ന അത്തരം ഇടങ്ങളിൽ നിന്ന് അവരെ ആട്ടിപ്പായിക്കുകയാണ് ഇവരുടെ നിയമത്തിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവരൊക്കെ എവിടെ പോകണമെന്നാണ് പറയുന്നത്? ഈ ട്രാൻസ്മെൻ വ്യക്തികൾ എവിടെ പോകണമെന്നാണ് ഇവർ പറയുന്നത്? ഒരു വ്യക്തി ഒരു ഒറ്റ മിനിറ്റ്, ആദ്യം ചൂണ്ടിക്കാണിച്ചൊരു വിഷയം എന്നുള്ളത് ഇവിടെ ഹോർമോൺ തെറാപ്പി എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് മതിയല്ലോ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഹോർമോൺ തെറാപ്പി എടുക്കാത്ത, സർജറികൾ ആഗ്രഹിക്കാത്ത മനുഷ്യരും ഉണ്ട്. അപ്പൊ അത്തരം ആളുകൾ ഏത് തരത്തിലാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട് അവർ പറയുന്നേ ഇല്ല. ആരോഗ്യ മേഖലയിൽ ഇത്തരം ട്രീറ്റ്മെന്റുകളും സർജറികളും ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിനെ വളരെ മോശമായി ബാധിക്കുമെന്നുള്ള ട്രാൻസ് വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഏത് ഹോസ്പിറ്റലാണ് അത്രയും പെർഫെക്റ്റ് സർജറി ചെയ്യുന്നു എന്നുള്ള വലിയൊരു ചോദ്യം കൂടിയാണ്. അത്തരം ഒരു ഫെസിലിറ്റി ഉള്ള ഒരു രാജ്യത്താണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ എത്ര ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ഡോക്ടർമാർ ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു സർക്കാർ മേഖലയിൽ. അപ്പൊ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഈ മനുഷ്യരെ ഇങ്ങനെ പരീക്ഷണ മൃഗങ്ങളായി ഇട്ടുകൊടുക്കുകയാണ് ചില ആളുകൾ. നിർബന്ധിക്കപ്പെട്ട് സർജറി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. ഇതെന്താണെന്നറിയാമോ, ഇതിനെ ഭയങ്കര വൈകാരികമായി ഈ ബില്ലിന്റെ പ്രശ്നം ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇവിടെ അതിനെ കാർഡുകൾ ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നിട്ടുണ്ട്. ഇവിടെ പുരുഷന്മാരുടെ കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യരില്ലേ, സ്ത്രീകളുടെ കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യരില്ല. ആ ഇടത്ത് 10,000-കണക്കിന് വരുന്ന മനുഷ്യരിൽ 1-2 കാർഡുകൾ ദുരുപയോഗം ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് എല്ലാ തരത്തിലും ഈ ഭേദഗതിപ്പെടുത്തുന്നത്? ഡേറ്റകളുണ്ട് പ്രജിത്തേട്ടാ, ഡേറ്റകളുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു വരാം. ഈ ഒന്നാമത്തെ കാര്യം, ഈ ചുരുങ്ങിയ സമയത്തിൽ തന്നെ പറയാം. ഞാൻ 5 പേർക്ക് മറുപടി കൊടുക്കണമെന്ന് നാദർ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ജെൻഡർ ഐഡന്റിറ്റി കാർഡ് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. ആണുങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി കാർഡ് മിസ്യൂസ് ചെയ്യുന്നില്ലേ, പെണ്ണുങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി കാർഡ് മിസ്യൂസ് ചെയ്യുന്നില്ലേ എന്ന് പറഞ്ഞു. ആണുങ്ങളുടെ ജെൻഡർ ഐഡന്റിറ്റി കാർഡ് റെക്കോർഡിക്കൽ തെളിവുകളുണ്ട്. പക്ഷേ ട്രാൻസ്ജെൻഡർ കാർഡുകൾ ദുരുപയോഗം ചെയ്തതിന്റെ റെക്കോർഡിക്കൽ തെളിവുകളൊന്നുമില്ല. ദുരുപയോഗം വ്യക്തമാക്കി തരാം. ഇവിടെ ഇതിൽ റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇല്ല. മറ്റ് ഇതിൽ തന്നെ സാമ്പത്തികമായിട്ട് നേട്ടകരമായ ഒരു കാര്യം പറയുന്നത്, ഇപ്പം കേന്ദ്രമന്ത്രി വീരേന്ദ്രകുമാർ ഇതിൽ പറയുന്ന ഒരു പ്രധാന, ഇപ്പം അദ്രിജ പറഞ്ഞ ഇതേ വാദമാണ് പറയുന്നത്. അതായത് ശരിക്കുള്ള യഥാർത്ഥ ട്രാൻസ് മനുഷ്യർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇപ്പോൾ ഫേക്ക് എന്നോ അല്ലെങ്കിൽ വ്യാജമായോ ആളുകൾ വരുന്നു. അപ്പോൾ ഒരാൾ, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് വളരെ സോഷ്യലായിട്ടുള്ള ട്രാൻസ് മനുഷ്യരെ പൂവിട്ട് പൂജിക്കുന്ന, എന്താണ് പൂവിട്ട് സ്വീകരിക്കുന്ന, അവരോട് ബഹുമാനം കാണിക്കുന്ന, നമ്മളീ പറയുന്ന ബദായി ബസ്തി എന്നൊക്കെ പറയുന്ന ചടങ്ങുകളുടെ ഭാഗമായി ചെയ്യുന്നു എന്നല്ലാതെ ഇവർ ആഹാരം കഴിക്കുന്നുണ്ടോ, ഇവർക്ക് എന്താണ് ഇവരുടെ അവസ്ഥ ഒന്നും നോക്കുന്നില്ല. ട്രാൻസ് ആണെന്നും ഇന്റർസെക്സ് ആണെന്നും പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കും. നമ്മൾ എത്ര പേര് ഭക്ഷണം കഴിച്ചു നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര വൈകാരികമായിട്ട് ഇത് നിങ്ങൾ രണ്ടുപേരും പ്രജിത്തേട്ടനും ശ്രീമയി ചേച്ചിയും പറയുന്നത്, ഞാൻ പറയട്ടെ, വളരെ വൈകാരികമായി ഇതിനെ അങ്ങ് അല്ലല്ല, ഞാൻ വൈകാരികമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഘടകം ഒരിക്കലും ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ഒരു ബില്ല് കൊണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, അത്തരം ഈ കിന്നർ സമുദായത്തിലുള്ള ആളുകൾ, അവരെ വളരെ സ്നേഹത്തോടെ അവരെ വീട്ടിലേക്ക് കയറ്റുന്നതല്ല. അവരെ കുഞ്ഞ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായി മാറിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ വരുന്നിട്ട് ദൃഷ്ടി ഇടിപ്പിക്കുന്നതും അവരെ കൊണ്ട് ആടിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. അല്ലാതെ അവരെ കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ മനുഷ്യരെ കൃത്യമായിട്ട് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി പോലും, നമ്മുടെ പ്രധാനമന്ത്രി പോലും ഇത്തരം വിഷയങ്ങളിൽ വലിയൊരു റെസ്പെക്ട് കൊടുക്കുന്ന വിഭാഗം മനുഷ്യരാണ് എന്നിട്ട് പോലും നമുക്ക് ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. കൾച്ചറലായിട്ട് ഇവർ അംഗീകരിക്കാൻ അവർ തയ്യാറാണ്. കൾച്ചറലായിട്ട് മാത്രം ഇവിടെ തൊഴിലെടുത്ത് നിങ്ങൾ ജോലി എടുത്ത് ജീവിക്കൂ എന്ന് പറയുന്ന മനുഷ്യരില്ല, കേന്ദ്രമന്ത്രിമാരില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ കേരളത്തിൽ എപ്പോഴും നമ്മൾ സേഫ് ആണെന്ന് ഞാൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ കേരളത്തിനകത്ത് ട്രെയിനിൽ കൈകൊട്ടുന്ന മനുഷ്യരോ ആക്രമിക്കുന്ന മനുഷ്യരോ ഇല്ല എന്നുള്ളത് കേരളത്തിനകത്ത് ഇല്ല എന്ന് വലിയ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ സാധിക്കും. ഇവിടെ മനുഷ്യരാണ് കേരളത്തിനകത്ത് ബദായി നടത്തി കൈകൊട്ടുന്ന ഭിക്ഷാടനം നടത്തുന്ന മനുഷ്യരുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അതാണ് എന്റെ ഒരു പോയിന്റ് ഞാൻ പറയാൻ വന്നതാണ്. ഉദ്ദേശിച്ചത് മലയാളികളായിട്ടുള്ള കാര്യം, മലയാളികളായിട്ടുള്ള ആളുകളുടെ കാര്യം എല്ലാവരും കൂടിയിട്ട് പറഞ്ഞു പോകുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്നു. കേരളത്തിനകത്ത് എവിടെയാണ് ഞാൻ പറഞ്ഞു, ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി കാർഡുകൾ പരക്കെ വ്യാപകമായി ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്കിടയിൽ തന്നെ ചർച്ചയായ ഒരു കാര്യത്തെ മുന്നിലേക്ക് വെച്ച് പറയാം. ഇതിനപ്പുറത്ത് എൻ്റെ കയ്യിൽ പത്രക്കട്ടിങ്ങുകളുണ്ട്. നോർത്ത് ഇന്ത്യയെ സംബന്ധിക്കുന്ന വിഷയങ്ങളുടെ പത്രം കട്ടിങ്ങുകളുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ കേരളത്തെ മുൻനിർത്തി പറയാം. നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു കയറുന്ന ട്രാൻസ് ആൾക്കാർ, അത് ഇവരിൽ പലരും
അവരുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉള്ളവരാണ്. അവരിവിടെ വരികയും കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഇവർക്ക് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡ് ഓരോരുത്തർ എടുത്തു കൊടുത്തിട്ട് ഇവരെ ഹിജഡ കൾച്ചർ പ്രകാരം റീത്തിട്ട് മക്കളാക്കുന്നുണ്ട്. എന്നിട്ട് ഈ മക്കളാക്കുന്നവരെ, അതായത് കേരളത്തിൽ വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ. വെറുതെ ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് റോഡിൽ കൂടി പോയാൽ തന്നെ നിൻ്റെ സ്ഥലം ഏതാടി, നീ കോട്ടയമാണോ കണ്ണൂരാണോ കോഴിക്കോടാണോ എന്ന് ചോദിക്കുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉള്ളതുകൊണ്ട് ഇവരെ മക്കളായി റീത്തിട്ട് ഇവരെ സെക്സ് വർക്കിന് ഇറക്കുന്നുണ്ട്. ഇവരെ സെക്സ് വർക്കിന് ഇറക്കുകയും ഇവരെ ട്രെയിനുകളിൽ ബസ് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് പറഞ്ഞ് ഫിനിഷ് ചെയ്യട്ടെ. ഞാനും എൻ്റെ സുഹൃത്തുക്കളും സാക്ഷികളായിട്ടുള്ള കാര്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതേ സെയിം സാധനം തന്നെ കേരളത്തിൽ ഓൾറെഡി ഉള്ളവർ, ഇപ്പോൾ ഈ MSM പ്രോജക്റ്റ് പോലെയൊക്കെയുള്ള പ്രവർത്തിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇത് സമാനമായി ഇവർക്ക് ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡ് എടുത്തു കൊടുക്കുകയും ഇവരെ ഓരോ കുടുംബങ്ങളിൽ റീത്തിട്ട് ഹിജഡ കൾച്ചർ പ്രകാരം റീത്തിട്ട് ഇവരെ മക്കളാക്കുകയും ഈ മക്കളാക്കിക്കൊണ്ട് ഇവരെ സെക്സ് വർക്കിന് ഇറക്കുന്നുണ്ട്. വെറുതെ ഇറക്കുകയല്ല, ഇവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിച്ചിറക്കുന്നതാണ്. ഇത് വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്ത കാര്യമല്ലേ. നമ്മൾ ട്രാൻസ്ജെൻഡർ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇതിനെ പ്രതികരിക്കുകയും ചെയ്തതല്ലേ. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പ്രജിത്തേട്ടൻ ചോദിച്ചതാണ് ഇതെങ്ങനെയാണ് ബാക്കിയുള്ളവർ, ഇത് ബാധിക്കുന്നുണ്ട്, എന്നെ ബാധിക്കുന്നുണ്ട്, നാദറയെ ബാധിക്കുന്നുണ്ടില്ലേ. നമ്മുടെ ഓരോരുത്തരും ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ തരങ്ങളിൽ നമ്മൾ ഇടുന്ന ഒരു ഫോട്ടോയ്ക്ക് കീഴേ വന്നിട്ട് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് നമ്മളെ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കമന്റ് ഇടുന്നുണ്ടില്ലേ. സോ അതൊരു ഇഷ്യൂ ആണ്. അല്ലല്ല, ഞാൻ ഫിനിഷ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻഡർ ഐഡന്റിറ്റി കാർഡുകൾ അല്ല, അങ്ങനെ പറഞ്ഞു പോകണ്ട. എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കട്ടെ. എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കട്ടെ. 2018 ട്രാൻസ് വ്യക്തികളും ട്രാൻസ് വുമണായിട്ടുള്ള ആളുകളും ജീവിക്കുന്നത് തന്നെയാണ്. അങ്ങനെ പറയാൻ പാടില്ലെങ്കിൽ അവരെ തിരിച്ചു ചെയ്യുന്നു. അതാണ് പറയുന്നത്. ഈ മനുഷ്യരെ CPM-ന്റെ ഒരു അനുഭാവിയാണല്ലോ, DTFK-യുടെ ഒരു അനുഭാവിയാണല്ലോ. കേരള ഹൈക്കോടതി 2024 ജനുവരിയിൽ ഒരു നിയമം ഇത് പാസ്സാക്കി. അതായത് ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് വിദ്യാഭ്യാസവും തൊഴിലിടങ്ങളിൽ റിസർവേഷൻ കൊണ്ടുവരണമെന്ന്. എന്തുകൊണ്ട് കർണാടകയും തമിഴ്നാട് ഉൾപ്പെടെ ഇത് പാസ്സാക്കി ഈ കാര്യം ചെയ്തിട്ടുണ്ടല്ലോ, എന്തുകൊണ്ട് കേരളത്തിൽ ചെയ്തിട്ടില്ല? അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചെയ്തിട്ടില്ല. റിസർവേഷൻ പ്രകാരം ജോലി ചെയ്യുന്നു. കേസ് കൃത്യമായി ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഫയൽ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ അതായത് അത് കൊടുത്തത് ആരാണെന്നറിയാമോ? അനീറ കബീർ സി കൊടുത്ത ഹർജി പ്രകാരമാണ് 2-അംഗ ഡിവിഷണൽ ബെഞ്ച് ഈ നിയമം കൊണ്ടുവരുന്നത്. ഇവരിത് കൊടുത്തതറിയാമോ? ദയാവധത്തിന് വേണ്ടിയിട്ട് കൊടുത്തതാണ്. കേരളത്തിൽ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധ്യതയില്ല എന്ന് പറയും ദയാവധം വേണം എന്ന് ചോദിച്ചു കൊടുത്തൊരു വ്യക്തിയാണ് ഈ അനീറ കബീർ എന്ന് പറയുന്നത്. ഈ വ്യക്തി കൊടുത്ത ഇതിന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇത് ഇവിടെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഫയൽ നീങ്ങി. ഞങ്ങൾക്ക് സമയം വേണം എന്ന് പറഞ്ഞ് ഫയൽ നീങ്ങി 1 വർഷവും 3 മാസവുമായി ഇത് പാസ്സാക്കിയിട്ടില്ല എന്നുള്ളതാണ്. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധി എഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം.
കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. അപ്പം ഞാൻ ഈ കാര്യം ഒന്ന് വ്യക്തമാക്കിയിട്ട് പോകാം. കാരണം എന്നെ ഇങ്ങനെ സംസാരിക്കാൻ സമ്മതിക്കാണ്ട് ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായി ഈ ഐഡൻറ്റിറ്റി കാർഡുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അത് അഡ്രസ്സ് ചെയ്യപ്പെടണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു മെഡിക്കൽ ബോർഡ് അതിൻ്റെ ആവശ്യകതയുണ്ട് നാദറ. കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ, ഒരുപാട് വ്യക്തികൾ ട്രാൻസ് വുമൺ ആണെന്ന് പറഞ്ഞ് കമ്മൗട്ട് ആവുകയും അല്ലെങ്കിൽ ട്രാൻസ്മെൻ ആണെന്ന് പറഞ്ഞ് കമ്മൗട്ട് ആവുകയും ആ ജീവിതം മടുത്ത് തിരിച്ചു പോകുന്ന ഒരു ഘട്ടമൊക്കെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടത് എന്താണ്? കൃത്യമായ കൗൺസിലിംഗ് ആണ്. ഒരു വ്യക്തി ട്രാൻസ്വുമൺ ആണ്, ഞാനൊരു ട്രാൻസ്ജെൻഡർ വ്യക്തിയാണെന്ന് പറഞ്ഞ് വെറുതെ വന്ന് ഐഡൻറ്റിറ്റി കാർഡ് എടുത്ത് പോവുകയല്ല ചെയ്യേണ്ടത്. പകരം ഈ വ്യക്തിക്ക് ഒരു ട്രാൻസ്ജെൻഡറായിട്ട് ജീവിക്കാനുള്ള എന്തൊക്കെ രീതിയാണ്, അല്ലെങ്കിൽ ഈ വ്യക്തി യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡറായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൗൺസിലിംഗ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. കാരണം കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് ട്രാൻസ്ജെൻഡർ ആണോ എന്ന് അങ്ങനെ അല്ല. അതായത് 2019 നിയമം തന്നെ പറയുന്നത് നമുക്ക് ഒരു സർട്ടിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അതായത് സൈക്യാട്രിസ്റ്റിൻ്റെ തന്നെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമേ നമുക്ക് നാഷണൽ പോർട്ടലിലേക്ക്, അതായത് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യാനായാലും മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ 6 മുതൽ 1 വർഷം വരെ ആ ട്രാൻസ് വ്യക്തിയെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ സൈക്യാട്രിസ്റ്റ് ഇത് സർട്ടിഫൈ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരാൾ ഞാൻ ട്രാൻസ് ആണെന്നും ഡിക്ലെയർ ചെയ്ത് വന്ന് ID കാർഡ് എടുക്കുന്നതല്ല ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ തെറ്റിദ്ധാരണ പറയുന്നതും അത് തന്നെയാണ് ഈ പറയുന്നത്. ഇതൊരു മജിസ്ട്രേറ്റിന് കീഴിൽ ഒരു മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറയുന്നത് ഒരു ആവശ്യകതയുള്ള ഒരു കാര്യമാണ്. ഒരു മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളത് ഒരു ആവശ്യകതയുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, എനിക്ക് കിട്ടേണ്ട പ്രൊട്ടക്ഷൻ, ഒരു പുരുഷന്റെ ഐഡന്റിറ്റി കാർഡോട് കൂടി ജീവിക്കുന്ന ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രിവിലേജുകൾ ഉണ്ടല്ലോ. തൊഴിലായാലും കുടുംബജീവിതത്തിലെ സാഹചര്യങ്ങളായാലും അവർ കല്യാണം കഴിച്ച് കുടുംബത്തിൽ ജീവിക്കുന്നു, നാട്ടിലുള്ള അവരുടെ അങ്ങനെ ഒരു പുരുഷന് കിട്ടുന്ന ഒരു പ്രിവിലേജുകളുണ്ട്. ആ പ്രിവിലേജിൽ ജീവിക്കുകയും ഈ കാലഘട്ടത്തിലല്ല ജനിച്ചത്, 15 വർഷം മുൻപുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രായത്തിൽ 15 വർഷം മുൻപ് അവസ്ഥയായിരുന്നെങ്കിൽ എന്തായിരിക്കും? 15 വർഷം മുമ്പ് ഇവിടെ ഒരു ബില്ലില്ലല്ലോ, ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ബില്ലില്ലല്ലോ. ആ ബില്ല് കൊണ്ടുവന്ന സർക്കാരിനെ ആ ബില്ലിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. നിർബന്ധിക്കപ്പെട്ട് വിവാഹം കഴിക്കേണ്ടി വരുന്ന ഒരാൾ, കുടുംബത്തിന്റെ സമ്മർദ്ദത്തിൽ വിവാഹം കഴിക്കേണ്ടി വന്ന ഒരാളായിരുന്നെങ്കിൽ ഇതിനെങ്ങനെ പോയി നോക്കിക്കാണും? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുടുംബത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങി വിവാഹം കഴിച്ചു എന്ന് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എന്താണ് ഈ പറയുന്നത്? 15 വർഷം മുമ്പ് ആളുകൾ എത്രയോ പേര് ഇപ്പോഴും ഫോഴ്സ്ഡ് മാരേജിനകത്ത് ആത്മഹത്യ ചെയ്തു പോകുന്നു. ഒരിക്കലും കണ്ണടച്ചിട്ടാക്കരുത്. നമുക്ക് അദ്രിജയ്ക്ക് തന്നെ പേഴ്സണലി അറിയാം എത്രയോ ആളുകൾ ഫോഴ്സ്ഡ് ആയിട്ടുള്ള മാരേജിനകത്ത് അകപ്പെട്ടു പോയിട്ടുണ്ടെന്ന്. നമുക്കിടയിൽ തന്നെ എത്രയോ ആളുകൾ ഞാൻ പറഞ്ഞത് ഫോഴ്സ്ഡായി കല്യാണം കഴിഞ്ഞതിന് ശേഷം ട്രാൻസ്ജെൻഡറായി വന്ന വ്യക്തികളെ കുറിച്ചല്ല ഈ പറയുന്നത്. ഞാൻ വ്യക്തമായി പറയുന്നത് ഇങ്ങനെ ജീവിക്കുകയും ആൾട്ടർനേറ്റീവായ ഒരു പുരുഷന്റെ വ്യക്തമാക്കുകയാണ്. ഫോഴ്സ്ഡ് മാരേജ് പ്രശ്നമല്ലാതിരിക്കുകയും അല്ലാതെ വിവാഹം കഴിച്ചു അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. ഡബിൾ ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന മനുഷ്യരാണല്ലോ. അപ്പൊ അതിനെതിരെ ഞാനൊരു ചോദ്യം, ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ, ഇത് ഞാൻ പല വ്യക്തികളോടും ചോദിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഇത്തരം ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡ് എടുക്കുകയും പുരുഷൻ്റെതായ പ്രിവിലേജ് അല്ലെങ്കിൽ സ്ത്രീയുടേതായ പ്രിവിലേജുകളിലെല്ലാം ജീവിക്കുകയും ആൾട്ടർനേറ്റീവായി ട്രാൻസ്ജെൻഡർ മനുഷ്യർക്ക് അവകാശപ്പെട്ട സുരക്ഷിതത്വവും ആനുകൂല്യങ്ങളും ഒക്കെ കരസ്ഥമാക്കാൻ വേണ്ടി ഇത്തരം ഐഡൻറ്റിറ്റി കാർഡുകൾ എടുത്ത് അത് ദുരുപയോഗം ചെയ്യുക എന്നത് പകല് പോലെ വ്യക്തമാണ്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ മറികടക്കാൻ സാധിക്കും? ഒന്ന്, ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കണം. അല്ല, എത്ര പേരുണ്ടെന്നല്ല, ഒരുപാട് പേരുണ്ട്.
അല്ല അല്ല പ്രജിത്തേട്ടാ, ഡേറ്റ ഇല്ല എന്ന് പറഞ്ഞു പോകരുത്. തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് വലിയ വ്യക്തമായി അറിയുന്ന ഒരു സമയപരിമിതി കാര്യമാണ്. ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വിഷയം സംസാരിക്കുമ്പോഴത്തേക്കും ഒരു 1-2 ദിവസം എടുത്താൽ പോലും തീരാത്ത വലിയൊരു ടോപ്പിക്കിനെ അല്ല, ഇപ്പോഴും നമ്മൾ ഈ ട്രാൻസ് വനിതകളുടെ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതാണ്. ഇപ്പൊ എന്റെ ഇടതുഭാഗത്ത് ഇരിക്കുന്ന അലൻ ക്രിസ്റ്റഫർ ഉൾപ്പെടെയുള്ള ട്രാൻസ്മാൻ ആയിട്ടുള്ള വനിതയെ പറ്റി യാതൊരു കാര്യവും അല്ല, അതിൽ അതാണ്. ഉൾപ്പെടെ അപ്പോൾ നമ്മള് സംസാരിച്ച് കഴിഞ്ഞില്ല. ഒരു വലിയ ചോദ്യം എന്നുള്ളത് ഞാൻ ഇതിനെ എങ്ങനെ ട്രാൻസ്ജെൻഡർ വലിയ- മനുഷ്യരെ കുറിച്ചാണ് വലിയ സംസാരിച്ചത്. വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഞാൻ അവര്. ട്രാൻസ്ജെൻഡർ മനുഷ്യരെ കുറിച്ചാണ് സംസാരിച്ചത്. അല്ലല്ല, ഇവിടെ റെപ്രസെന്റേറ്റീവ് ആതിര, പിന്നെ ട്രാൻസ്മെൻ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അവർ വലിയൊരു ചോദ്യം ഉള്ളത്, ഈ ട്രാൻസ്മെൻ വിഭാഗത്തെ അദൃശ്യമാക്കുന്ന ഈ നിയമം ഇപ്പം പറഞ്ഞ രാജ്യസഭയിലടക്കം പാസ്സായി വരുന്ന ഈ സമയത്ത് എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക? നമുക്കിതിനെ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുക? അത് കേന്ദ്രമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മള് അതിനൊരു suggestion പ്രൊട്ടസ്റ്റുകൾ കൊടുക്കാൻ നടത്തുന്നുണ്ട്, പക്ഷെ പ്രൊട്ടസ്റ്റുകൾ കൃത്യമായിട്ട് എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ പറയുന്ന പോലെ BJP സർക്കാർ കൊണ്ടുവന്ന 1-2 പോയിന്റ്സിൽ എതിർക്കുന്നു, ട്രാൻസ്മെൻസിനെ വെച്ചിട്ടുള്ള പോയിന്റ്സിൽ എതിർക്കുന്നു. ശരി, ഒരു പോയിന്റിൽ എതിർക്കുന്നു എന്ന് പറയുന്നു. വളരെയധികം റെസ്പെക്റ്റ് ഉണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ അതിലൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, മെഡിക്കൽ ബോർഡിൻ്റെ ഒരു കൺസൾട്ടേഷൻ വേണം, അല്ലെങ്കിൽ സ്ക്രീനിങ് വേണമെന്ന് പറയുന്നുണ്ട്. 2019 ഞങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ആക്റ്റിൽ പറയുന്നുണ്ട്. അമെൻമെൻറ്റ് ബില്ലിൽ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു അവയർനെസ്സും ഇല്ലാത്ത ഒരു സ്ഥിതിക്ക്, ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൽ ഈ ട്രാൻസ്മെൻസിനെ കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്ത സ്ഥിതിക്ക് അടുത്ത് വരുന്ന മെഡിക്കൽ ബോർഡിൽ ഞങ്ങളെക്കുറിച്ച് എന്തായിരിക്കും അവർ, ഞങ്ങൾ ഊഹിക്കാനേ പറ്റുള്ളൂ. അവിടെ സ്ക്രീനിങ് ആയിരിക്കും, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശരീരം ചെക്ക് ചെയ്യുമായിരിക്കും എന്ന് ഊഹിക്കാനേ പറ്റുന്നുള്ളൂ. ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ഈ അവയർനെസ് ഇല്ലാത്ത ഞങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യില്ല എന്ന് എന്താണ് ഉറപ്പ്? ഒരുറപ്പില്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ല, ഞാൻ ഒരു ഒറ്റ കാര്യം പറയാം. ഇതിനകത്തുനിന്ന് ഈ ബില്ലിനകത്തുനിന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു നിർത്താണ്. ഈ ബില്ലിനകത്ത് ട്രാൻസ്മെൻ എന്ന ഒരു മനുഷ്യ വിഭാഗം വിട്ടുപോയി എന്നുള്ളതിനെ ഞാൻ കൃത്യമായി അഡ്രസ്സ് ചെയ്യാണ്. ഈ ബില്ലിനകത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ നോക്കൂ, നമ്മൾ പോയിട്ട് തുണി പൊക്കി കാണിക്കേണ്ട ആവശ്യമില്ല. അല്ല, അത് വലിയൊരു ചോദ്യമല്ലേ? കാണിക്കലാണോ അവിടെ, സർട്ടിഫിക്കറ്റ് ആണോ? റൂൾ വരുമ്പോൾ അതിഥി ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായിക്കോളും, തുണി പൊക്കിയാണോ അല്ലെങ്കിൽ തുണി മാറ്റിയാണോ പരിശോധിക്കുന്നത്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ നാഷണൽ കൗൺസിൽ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. ആ നാഷണൽ കൗൺസിലിൽ ട്രാൻസ്മാൻ ആയിട്ടുള്ള പ്രതിനിധി ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെങ്ങനെയാണ് അവർക്ക് നേരെ കണ്ണടയ്ക്കുന്നത്? അവിടെ എങ്ങനെ അപ്പോൾ ഒരു ട്രാൻസ്മാൻ ആയിട്ടുള്ള പ്രതിനിധി വന്നു? അലൻ്റെ ചോദ്യത്തിന് ഞാൻ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മൾ കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ ഈ ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡ് വിതരണം ചെയ്തിരുന്നു. അന്നും ഇതേപോലെ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടായിരുന്നു. അന്ന് മെഡിക്കൽ ബോർഡിന്റെ മുന്നിൽ പോയി തുണി മെഡിക്കൽ ബോർഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജില്ലാ ജസ്റ്റിസ് ബോർഡ് അംഗമായിരുന്നിരിക്കുന്ന ഒരു സമിതി കൂടെ ആയിരുന്നു, ഒരു സ്ക്രീനിങ് കമ്മിറ്റി ആയിരുന്നു. അതിനകത്തുണ്ടായിരുന്നത് ജില്ലാ ജസ്റ്റിസ് ബോർഡ് അംഗങ്ങളായിട്ടുള്ള 4 ട്രാൻസ് വ്യക്തികളായിരുന്നു. അതിനകത്തൊരു ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതിനകത്ത് ഡോക്ടർ ഉണ്ടായിരുന്നില്ല. ആ സമിതിയിലുള്ള ആളുകൾ ആ സ്ക്രീനിംഗ് ബോർഡിൽ വരേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആളുകളാണോ അല്ലെങ്കിൽ ഇയാളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ, ആ പരിചയത്തിന് അതുപോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ ID കാർഡ് വന്നത്. ഈ ഡോക്ടേഴ്സ് ഈ ഞാൻ ചുരുക്കി തന്നെയാണ് പറയുന്നത്, ഒറ്റ വാക്കിൽ പറയണം. ഈ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഡോക്ടേഴ്സിനോട് ഈ ഒരു കാർഡിന് വേണ്ടി സംസാരിച്ച ആൾക്കാരുണ്ട്. ആ ആൾക്കാർ പറഞ്ഞിട്ടാണ്, ഞാൻ വെറുതെ ഇല്ലാത്ത കാര്യം പറയുകയല്ല. ഇനി ഞാൻ പറയാണ്, തടസ്സപ്പെടുത്തരുത് ദയവേത്. ഞാൻ ഒറ്റ പോയിന്റ് പറഞ്ഞ് നിർത്തുകയാണ്. ഈ ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ബൈ ബർത്ത് അസൈൻ ചെയ്യപ്പെട്ട സെക്സും ഈ ജെൻഡറും തമ്മിലുള്ള ഒരു പോരായ്മ, പൊരുത്തക്കേടിനെയാണ് നമ്മൾ ഈ പറയുന്നത്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ ബോർഡിനോട് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ പോയി തുണിപോക്കി കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ ശരീരഭാഗം ഇതാണ്, നോക്കൂ, ഞങ്ങൾ സർജറി ചെയ്തിട്ടുണ്ട്, നോക്കൂ, ഞങ്ങൾക്ക് മുടിയുണ്ട്, ഞങ്ങൾ HR, ഇതല്ല പറയുന്നത്. എന്താണ് ഈ ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന കാര്യം നമ്മൾ ഈ മെഡിക്കൽ ബോർഡ് മനസ്സിലാക്കുന്നിടത്താണ് ഈ മെഡിക്കൽ ബോർഡിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ വരുന്നവരും പോകുന്നവർക്കും ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി കാർഡ് എടുത്തു പോകാൻ പറ്റില്ല. തീർച്ചയായിട്ടും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വിഷയത്തിലുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബില്ല് പാസ്സായി, ഈ ബില്ല് ഇനി പ്രാബല്യത്തിൽ കൃത്യമായി വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാനുള്ള ഒരു റൈറ്റും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയൊന്നും നമ്മൾ അങ്ങനെയൊന്നും വെറുതെ പറഞ്ഞു പോയി തെറ്റിദ്ധാരണ പരത്തരുത്. ആ ബില്ലിന്റെ ലാസ്റ്റ് വായിച്ചുണ്ടല്ലോ, അതിനകത്ത് കൃത്യമായി അവർ പറയുന്നത് പറഞ്ഞാൽ കാസ്ട്രേറ്റ് ചെയ്ത ആളുകൾ, ആംബ്യൂട്ട് ചെയ്ത ആളുകൾ, പ്രേരിപ്പിക്കപ്പെട്ട ആളുകൾ, അപ്പോഴും അവിടെ ഒരു ഡിഗ്നിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇല്ല എന്നാണ്. ഒരാൾ അവരുടെ കൃത്യമായിട്ടുള്ള ഐഡിയൽ അല്ലെങ്കിൽ അവരുടെ ജീവിക്കാൻ അഭിമാനത്തോട് വരാനുള്ള ഒരു സ്പേസും ഈ ബില്ലിൽ കൊണ്ടുവന്നിട്ടില്ല. കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് കൊണ്ടുവന്നൊരു കാർഡിനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ആ കാർഡ് എടുത്ത വ്യക്തിയാണ്. ആ കാർഡിൽ എന്റെ അടുത്ത് ഒരു ഡോക്ടർമാരും വന്ന് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ടോപ്പിക്ക് ഞാൻ എടുത്ത് പറഞ്ഞതുപോലെ 1-2 ദിവസം എടുത്താൽ പോലും തീരാത്ത വലിയൊരു ടോപ്പിക്കിനെ പറ്റി
നിന്ന് സംസാരിക്കുന്നത്. പക്ഷേ നമുക്ക് ഭയങ്കര നാണക്കേടെന്നുള്ളത് ഇവിടെ പുരുഷന്മാർക്കോ സ്ത്രീകൾക്കോ ഒരിടത്തും എക്സാമിനേഷൻ ഇല്ലാത്തടത്ത് ട്രാൻസ്ജെൻഡർ അത് തിരുത്തപ്പെടണം. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയട്ടെ ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരും ഞാൻ പറയട്ടെ, ഇത് ജീവിക്കാനുള്ള അല്ലല്ല, ഞാൻ അതിർച്ച ഒറ്റ ചോദ്യം, പുരുഷന്മാർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടോ, സ്ത്രീകൾക്കുണ്ടോ? ഞാൻ പറയട്ടെ, ഒരു കമന്റ് പറയട്ടെ, നാളെ യഥാർത്ഥ മുസ്ലിം ആണ്, യഥാർത്ഥ ഒരു മുസ്ലിം പുരുഷനാണ് നിങ്ങൾ തെളിയിക്കാനായിട്ട് മെഡിക്കൽ എക്സാമിനേഷനും പോവേണ്ടി വരുമ്പോഴത്തേക്ക് എത്തരത്തിലാണ് യഥാർത്ഥ മുസ്ലിമും അല്ലാത്ത മുസ്ലിമും കണ്ടുപിടിക്കാനായിട്ട്? ഇല്ല, നമ്മൾ ഈ ബില്ലിനെ ഇങ്ങനെയൊന്നും നമ്മൾ എക്സാമിനേഷൻ സ്ത്രീകൾക്ക് വേണ്ടി. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഈ അമെന്റ്മെന്റ് ബില്ല് എന്ന് പറയുന്നത് ട്രാൻസ് മനുഷ്യരുടെ കാലിന്റെ ഇടയിലേക്ക് ഒരു ടോർച്ച് അടിച്ച് പിടിക്കുന്നതിന് തുല്യമാണ്. പറഞ്ഞു. അതൊക്കെ വളരെ ദൗർഭാഗ്യകരമായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മെഡിക്കൽ എക്സാമിനേഷൻ വേണോ വേണ്ടയോ? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ജെൻഡർ ഇൻകോൺഗ്രുവൻസ് ഉണ്ടോ? സിസ് ജെൻഡർ മനുഷ്യർക്ക് ഇല്ല. ഈ ഒരു സ്ത്രീയും പുരുഷനും ആധാർ കാർഡ് എടുക്കാൻ ഇവർ കൊണ്ടുപോയി വെറുതെ പോയിട്ട് ഞാൻ പുരുഷനാണ്, എൻ്റെ പേര് ഇതാണ്, ഞാൻ ജനിച്ച വർഷം ഇതാണ്, ജനിച്ച മാസം ഇതാണ്, എൻ്റെ അമ്മ ഇതാണ്, എൻ്റെ അഡ്രസ്സ് ഇതാണെന്ന് പറഞ്ഞിട്ടാണോ കൊടുക്കുന്നത് ആധാർ കാർഡ്? കൃത്യമായി ബർത്ത് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. വേണ്ടേ? ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ പറയാം, അല്ല വ്യക്തമാക്കി തരാം. വ്യക്തമാക്കാതെ ഇടയിൽ കയറി സംസാരിക്കരുത്, വ്യക്തമാക്കി സംസാരിക്കരുത് ദയവ് ചെയ്ത്. അദ്രിജ സെക്സ് മാത്രം നോക്കിയിട്ടാണെങ്കിൽ അദ്രിജയ്ക്കോ എനിക്കോ നാദ്രിക്കോ ഇവിടെ ഒരിക്കലും ഈ പറയുന്ന ട്രാൻസ്ജെൻഡർ സർട്ടിഫിക്കറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ മെയിലും ഫീമെയിലും ഇന്റർസെക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ അദ്രിജ, ട്രാൻസ്ജെൻഡർ ഉണ്ടാവില്ല. അത് വ്യക്തമാക്കാൻ സമ്മതിക്കണം. ഇവര് ഈ പറയുന്ന പോലെ ഇവർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്ന് പറയുന്നത് പോലെയല്ല, അവർ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അവർക്ക് ഈ ജെൻഡർ മാറുക എന്ന് ജെൻഡർ ഇൻകോൺഗ്രുവൻസ് ഇല്ല. ജെൻഡർ ഇൻകോൺഗ്രുവൻസ് ഉള്ളത് നമുക്കാണ്. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അസൈൻ ചെയ്യപ്പെട്ട സെക്സിലല്ല നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മുടെ കാര്യമാണ്. അത് നമ്മൾ പ്രൂവ് ചെയ്യുക മെഡിക്കൽ ബോർഡിനോട് എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെ മറ്റൊരു ചോദ്യം തന്നെയാണ്, അതാണ് ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന് പറഞ്ഞത്. ജെൻഡർ ഇൻകോൺഗ്രുവൻസ് എന്ന വേർഡ് കറക്റ്റായി ഞാൻ പറഞ്ഞു. അദ്രിജ മറ്റൊരു സംശയം, ജനിക്കുന്ന ഒരാൾക്ക് മുസ്ലിം പുരുഷന് സ്വാഭാവികമായിട്ടും ഈ ബില്ലിനകത്ത് ഒരിക്കലും ജാതി മതവും കൊണ്ടുവരരുത്. അല്ലല്ല, അത് ഒരിക്കലും കൊണ്ടുവരരുത്. ഈ സമാനമായിട്ടായിരുന്നു സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ടിനെതിരെ പറഞ്ഞത്. സമാനമായ പറയുന്നുണ്ട് സാംസ്കാരികമായിട്ടുള്ള ഐഡന്റിറ്റികൾ. എവിടെ തിരുനങ്കയായിട്ടുള്ള മനുഷ്യർ, എവിടെ മംഗളമുഖിയായിട്ടുള്ള മനുഷ്യർ, എവിടെ മണിപ്പൂരിലെ ട്രാൻസ് മനുഷ്യരുടെ എവിടെ? കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ്. സെർട്ടൈൻ രാഷ്ട്രീയ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ നമുക്ക് നിങ്ങളുടെ കിന്നർ എന്ന് പറയുന്ന സൂചിപ്പിക്കുന്ന കിന്നർ അഖാഡയുടെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള ആ പറയുന്ന ലക്ഷ്മി ത്രിപാഠിയാണ് ഈ ബില്ലിനെടുത്ത് ദൂരെ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവർക്കും എതിർക്കാൻ പറ്റണം. അതിനെ അംഗീകരിക്കുന്നവരെ അംഗീകരിക്കാൻ പറ്റണം. അംഗീകരിക്കുന്നവരെ അവരെ ചാപ്പകുത്തി അവരെ ഇതാക്കുന്നതല്ല. ഇതിനെ ജാതി മതപരമായി ഇതിനെ കൊണ്ടുവരരുത്. ഒരിക്കലുമല്ല. ഇത് നിങ്ങൾ ഇത് ഹൈന്ദവ ബില്ലാണെന്നും ഇത് വലിയൊരു പോരായ്മ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അല്ലായിരുന്നു, മനുഷ്യത്വ വിരുദ്ധം എന്നൊക്കെ ഇത്രയും തർക്കങ്ങളൊക്കെ നടക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു നിയമമോ ബില്ലോ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരെയാണോ ഇത് നേരിട്ട് ബാധിക്കുന്നത് അവരുമായി നേരിട്ടൊരു കൺസൾട്ടേഷൻ നടത്തുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു രീതിയാണ്. ഇവിടെ അത് നിഷേധിക്കപ്പെട്ടു എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള. അതായത് ട്രാൻസ് ജെൻഡർ ക്വിയർ മനുഷ്യരുടെ, നോൺ ബൈനറി മനുഷ്യരുടെ മനുഷ്യാവകാശത്തിനും ഭരണഘടനാ അവകാശത്തിനും മേലുള്ള ആണിയടിക്കലായിട്ടാണ് ഈ നിയമം മാറിയിട്ടുള്ളത്. അത് തിരുത്തപ്പെടണം. ഇനിയും അവസരമുണ്ട്, തിരുത്തപ്പെടണം. ഇന്ത്യയിലെ ക്വിയർ മനുഷ്യർ ആവശ്യപ്പെടുന്നത്, ഇപ്പൊ കേന്ദ്ര സർക്കാർ ഇത് കൊണ്ടുവന്നതുകൊണ്ട് ഇതെന്താണ് വീണ്ടും 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 ഇങ്ങനെ എന്നെ പ്രശ്നങ്ങൾ വരണമെന്നല്ല, ഇത് തിരുത്തപ്പെടണം, പിൻവലിക്കപ്പെടണം. കൃത്യമായ ചർച്ചയോടുകൂടി ട്രാൻസ് മനുഷ്യരുടെ ക്ഷേമമാണ് ഉദ്ദേശമെങ്കിൽ കൃത്യമായ ചർച്ച നടത്തി ശിക്ഷ കൂട്ടുന്നതിലോ മറ്റൊന്നും യാതൊരു പ്രശ്നമില്ല. ട്രാൻസ് മനുഷ്യർ ആരാണെന്ന് അംഗീകരിച്ച് സർട്ടിഫൈ ചെയ്യുന്നതിലും അതിലെ നൂലാമാലകൾ മാറ്റുന്നതൊന്നും പ്രശ്നമില്ല. പക്ഷേ കൃത്യമായ കമ്മ്യൂണിറ്റി കൺസൾട്ടേഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഇതിൽ ഭേദഗതി. തീർച്ചയായിട്ടും ഇത് പറയുമ്പോഴത്തേക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കോടതികൾക്കപ്പുറമാണ് ചില മനുഷ്യരെന്നുള്ളത് നമുക്ക് വലിയ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം മുന്നിലുള്ളത്. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇതിനകത്ത് പറയുന്നുണ്ട് കൾച്ചറൽ ഐഡന്റിറ്റീസ് പെടുന്ന ആളുകളെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഈ കൾച്ചറൽ ഐഡന്റിറ്റിയിലുള്ള ആളുകളാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്? അതിന്റെ സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കാൻ പോകുന്നത്? ഈ നായ്ക്കുമാരാണോ?
അല്ലെങ്കിൽ ആ പറയുന്ന സർട്ടൻ വിഭാഗത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന അവരുടെ വലിയ വലിയ നേതാക്കൾ ആളുകളാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോകുന്നത്. കേരളത്തിന് അത്തരം സംസ്കാരങ്ങൾ ഇനി അവരിലേക്ക് പോകാനും പറ്റില്ല. പോയി കഴിഞ്ഞാൽ 10 വർഷം 15 വർഷം ജയിലിൽ അപ്പോൾ കിടക്കേണ്ടി വരും. കേരളത്തിലുള്ള എല്ലാ ട്രാൻസ്മെൻസിനും ഹിജഡ കൾച്ചർ രീതിയിൽ ജീവിക്കണം. അതെവിടെ ബെഗിങ്ങും സെക്സ് വർക്കൊക്കെ എല്ലാവരും സംസാരിച്ച സ്ഥിതിക്ക് എനിക്കും പറയാൻ സമാധാനത്തോട് നമ്മൾ അത് ബയസ്ഡായി പോകരുത് നാദ്ര. അതായത് ഈ പറയുന്നത് ഈ ഹിജ്റ കൾച്ചർ എന്നൊക്കെ ഉള്ളതിലൊക്കെ തിരിച്ചു പോകണമെന്നൊക്കെ ചോദിക്കുന്നത് അത് അടിസ്ഥാനരഹിതമായ കുറേ ആരോപണങ്ങളാണ്. അതായത് ഇതിനെ ജാതീയമായും മതപരമായും ഒക്കെ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. CAA വന്ന സമയത്തും ഇതേ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്ന സമയത്തും ഇതേപോലെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടന്നു. ഒരൊറ്റ മനുഷ്യർ പോലും അതായത് ഡിറ്റൻഷൻ സെൻറ്ററുകളിലേക്ക് ആക്കുമെന്നാണ് പറഞ്ഞത്. ഒന്നും ആക്കിയില്ല. സമാനം തന്നെയാണ് ഈ ബില്ലും. ഈ ബില്ലിൻ്റെ പരിമിതിയെ ഞാൻ അഡ്രസ്സ് ചെയ്തു ആദ്യം തന്നെ. ഈ ബില്ല് വന്നു എന്ന പേരിൽ ഈ ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ പോവുകയാണ്, ഇവരെയൊക്കെ നശിപ്പിക്കാൻ പോവുകയാണ്, ഇവരെക്കൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ഫാൾസ് നരേഷൻ ആണ്. ഭൂരിപക്ഷമുള്ള ഏതൊരു സർക്കാരിനും ഏതൊരു നിയമവും പാസ്സാക്കി എടുക്കാൻ പറ്റും. അതിന്റെ തെളിവാണ് 4 മണിക്കൂർ ഇടവേളയിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാക്കപ്പെട്ടതെന്നുള്ളതാണ്. നമുക്ക് സുപ്രീം കോടതിയിൽ കാണാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും കോടതി ആവശ്യപ്പെടുന്നത് പോലെ ഈ ചർച്ചകളിലൊക്കെ തന്നെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകളാവട്ടെ എന്നുള്ളത് എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നു. നമുക്ക് വലിയൊരു സമയപരിമിതി ഉള്ളത് അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.